Good morning to all. Good morning. Good morning, ma'am. Good morning. Okay, start here now. Start with prayer. Prayer. Pelata, ma'am. Yeah, start here. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിന്റെ കൈക്കുമ്പിൽ നീട്ടി. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിന്റെ കൈക്കുമ്പിൽ നീട്ടി. ചൊരിയുക നാദാ നിൻ സ്നേഹധാര കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. Good morning, ma'am. Good morning, my dear friends. Have a nice day all. Thank you. Okay, and then Okay, ഞാൻ പറയാം thought of the day. Mistake increases your experience and experience decreases your mistakes. If you learn from your mistakes, then others learn from your success. തെറ്റുകൾ നിങ്ങളുടെ അനുഭവത്തെ വർദ്ധിപ്പിക്കുന്നു, അനുഭവം നിങ്ങളുടെ തെറ്റുകളെ കുറയ്ക്കുന്നു. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചാൽ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പാഠം പഠിക്കും. താങ്ക് യു മാം. okay, then Okay, I will do, ma'am. It is not about the home is the size of the home, but the home. It is about the how happy we are at home. So I do welcome all my dear friends and Shadi ma'am to this beautiful class. Thank you. okay. So again, good morning to all. And have you had your breakfast? Aisha, Yes, ma'am. ചോദിച്ച സമയം കൊള്ളാം, എന്നാലും ചുമ്മാ ചോദിച്ചു. Yes, ma'am. കഴിച്ചു. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് അല്ലേ? ആണോ? യേശുമ എങ്ങനെയുണ്ട് ഇപ്പൊ? ഓക്കെ ആയോ? എന്തൊക്കെയാണ്? ഓക്കെയാണ് മാം. ഇന്ന് സൗണ്ട് ഒക്കെ വന്നു. അവിടെ കഴിച്ചിട്ട് വന്നു. മാം ഓർത്തല്ലോ. മാം ഓർത്തല്ലോ എന്ന്. താങ്ക് യു. നല്ല ഡ്രസ് ആട്ടാ മാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോപ്പിയാണല്ലോ അല്ലേ? മിക്ക ക്ലാസ്സിലും കേട്ടോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ചുമ്മാ അവരിങ്ങനെ ഇതിലൊക്കെ പറയും, ഞാൻ പറയും തുടങ്ങി എന്ന് പറയും. കാരണം അതിൽ പിടിച്ചെങ്ങനെ പോകും, പിന്നെ കളിയാക്കലായി. അതുകൊണ്ടാട്ടങ്ങനെ പറഞ്ഞേ. ഓക്കെ, പിന്നെന്താ, നമ്മള് ഫുൾ ടൈം ക്ലാസ് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എന്നോട് എന്ത് സംസാരിക്കാൻ. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല മാം, ഇന്നലെ ഞങ്ങള് നല്ല ഫെയിൽ ചെയ്തു, അതിന്റെ ഭയങ്കര ക്ഷീണം. ഇന്നലെ ഞങ്ങളവിടെ ഫെയിൽ ചെയ്തു, കുമ്മാട്ടിയായിരുന്നു, അതിന്റെ ഭയങ്കര ക്ഷീണമാണ്. പേരാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ പ്രിപ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ടോ ഞാൻ ഒരു കാര്യം ചെയ്യണം. എനിക്ക് മുന്നേ നമുക്ക്
കുറച്ച് എക്സസൈസ് ഒന്ന് ചെയ്യാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊക്കെ എല്ലാവരും. ഇന്നലെ നമ്മൾ ഇത് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതല്ല അസൈൻമെന്റ്. എന്തോ ഇന്നലെ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റോ? മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. കുഴപ്പമുണ്ടായില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ. He has been ill dash yesterday. ഇതായിരിക്കും ആൻസർ. സിൻസ്. He has been ill since yesterday. Yeah. ഇതോ സിൻസ് ആണ് കേട്ടോ. ഇന്നലെ മുതൽ അവന് വയ്യായിരുന്നു എന്നാ പറയുന്നത്. Okay, then they have been learning English dash 5 years. സിൻസ്. 4 ആണ്. Duration ആണ് 4-5 years. They have been learning English for 5 years. 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. Then next one, she has been cooking dash morning. 4 എന്താണ്? 4 Oh, right? 4 ആണോ? Are you sure? ബൈ ട്രെയിൻ ആയിരിക്കും. He has been cooking since morning ആണ്. രാവിലെ മുതൽ കുക്ക് ചെയ്യാണ്. ഈ റൂമിൽ ഭയങ്കര ചൂടാ. Okay. Then he traveled dash train. By train. ഇതിന്റെ ആൻസർ ആണ് നേരത്തെ പറഞ്ഞത്. ഇന്നാണോ മാം? ബൈ ആണ്. അകത്തല്ലേ? ട്രാവൽഡ് ബൈ ട്രെയിൻ. ബൈ മിസ് ബൈ അല്ലേ മിസ്? ഇന്നാണ്. ബൈ ആണ്. അതൊക്കെ ചെയ്യാൻ ആലോചിക്കുകയാണ്. ഇതൊക്കെ ട്രാവൽ ആണ്. ബൈ ട്രെയിൻ ആണ്. വഴിയല്ലേ? അവൻ വരികയാണ്. ട്രാവൽ ചെയ്തു എന്നാ പറയുന്നത്. എന്തിലൂടെയാണ്? ട്രെയിനിലൂടെയാണ് അല്ലെ? ബൈ ട്രെയിൻ. ട്രെയിൻ എന്ന് പറയുന്നത് ബൈ ട്രെയിൻ. You travel by train. Okay. Then next one, the book fell dash the ground. On. ഒരു സർഫസ് ആണ് അല്ലെ? ഓൺ ആണ് കേട്ടോ. ഗ്രൗണ്ട്. On the ground. He threw himself dash river. He threw himself dash the river. ഇന്നാണ് മിസ്. Into the river. റിവർ. He threw himself into the river. Into the river. River lake. Lake എന്ന് പറയുമ്പോൾ into ആണ് വരാ കേട്ടോ. Into the river. Then he has noticed dash music. To music. ഏതാണ് വരാ? Taste for music. Yeah, it is for music. Musicനോട് ടേസ്റ്റ് ഒന്നുമില്ല, താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. He has noticed for music. Yeah. And the next one, the headmaster has angry. Yeah. Angry With me. Yes, me. It's with me. എന്നോട് അല്ലെ? With me. എന്നോട് ദേഷ്യമാണ്. Okay, ദേഷ്യമുണ്ട് എന്ന് പറയുന്നത്. Then she depends dash her mother. He depends Over her mother. On.
Depend on her mother. On ആണ്. Depend on ആണ്. Okay, depends on. Take care, dash your health. Of. Yeah, take care of your Of, health. of, no. Yeah, of ആണ്. Take care of your health. Correct. She was born dash 1982. She was born in. Year ആയതുകൊണ്ട് in ആണ്. She was born in 1982. Correct. She was standing just dash the gate. Inside the gate. Yeah, inside. Standing just inside the gate. കുറച്ച് ഉള്ളിലേക്ക് നിൽക്കുന്നു എന്നാ പറയുന്നത്. Inside, ഉള്ളിൽ എന്നൊരു മീനിങ് വരും കേട്ടോ. Then you should give dash smoking. അതൊരു kind of phrase ആണ് കേട്ടോ. ഒരു പ്രൊപ്പോസിഷനോട് കാണാൻ പറ്റില്ലെങ്കിൽ ഒരു phrase ആണ്. എന്തായിരിക്കും ഇവിടെ വരാം? Give up ആണ്. Give up means phrase ആണ്. Meaning എന്താ? Stop എന്നാണ് കേട്ടോ. Give up. Then you must listen dash your teacher. Listen to. Listen to your teacher. എല്ലാവരും ആൻസർ പറയുന്നുണ്ടോ? കുറച്ചുപേര് ആൻസർ പറയുമ്പോൾ ഞാൻ കൂടെ നിന്ന് പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കണ്ടുപിടിക്കുക. പെട്ടെന്ന് തന്നെ പറയാൻ നോക്കാം. ഓക്കെ, അതിനെ കുറച്ചൊരു ടൈം തരണോ? ഞാൻ ആൻസർ ചെയ്യാൻ പറയാതെ കുറച്ചേരം വെയിറ്റ് ചെയ്യണോ? ഇല്ല, അങ്ങനെ ഫീലേ ഇല്ല അല്ലെ. Okay, then I'm satisfied. Dash your work. With your work. With your With your work. I'm satisfied with your work. Yeah, okay. A girl was passing the building dash the moment. At the moment. at At. At the moment. At the moment, correct. Then there was also in service that Sunday morning. On Sunday. On Sunday morning. On ആണ് അല്ലെ? ഏതിൽ on ആണ്. Next, keeping the vegetables dash the knife. With a knife. Yeah, with a knife. Which the knife. A command sit dash me. With me. Come and sit with me. Command sit with me. Yeah. With me ആണ്. അവിടെ beside കയറിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേറെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? Besides what? ബിസൈഡും ബിസൈഡ്സും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പൊസിഷൻ. ഇല്ല. ഇല്ല മാം. ഓക്കെ, ഇവിടെ ബിസൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ബിസൈഡും ഉണ്ട് ബിസൈഡ്സും ഉണ്ട്. രണ്ട് പ്രിപ്പോസിഷൻ ഉണ്ട് അല്ലെ? ബിസൈഡും ബിസൈഡ്സും. ഒരേ സൈഡ് അത് കഴിഞ്ഞ് ബിസൈഡ്സ് ആകും. കാണുമ്പോൾ ഒരുപോലെ ആയിട്ട് തോന്നുമെങ്കിലും രണ്ടിന്റെയും മീനിങ് ഡിഫറെന്റ് ആണ് കേട്ടോ. ബിസൈഡ് എന്ന് പറയുന്നത് അരികെ, നിയർ, അടുത്ത് എന്നൊരു മീനിങ് വരും. ബിസൈഡ്സ് എന്താ? കൂടാതെ. കൂടാതെ എന്നൊരു മീനിങ്ങിലാണ് വരാം ബിസൈഡ്സ്. ഇപ്പൊ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ബിസൈഡ്സ് ഫ്രഞ്ച്, അല്ലെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ബിസൈഡ്സ് മലയാളം എന്ന് പറയും. മലയാളം കൂടാതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അപ്പൊ ബിസൈഡ്സ് എന്താണ്? കൂടാതെ എന്നൊരു മീനിങ്ങിലാണ് വരാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ ബിസൈഡ് ആണെങ്കിൽ ഓക്കെ ആവോ? ഇവിടെ ബിസൈഡ് ആണെങ്കിൽ ഓക്കെ, ബിസൈഡ് മീ വേണമെങ്കിൽ പറയാം. അരികെ വന്നിരുന്നു, കമാൻഡ്സ് വിത്ത് മീ, അല്ലെങ്കിൽ കമാൻഡ്സ് ബിസൈഡ് മീ അരികെ വന്നിരിക്കൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ബിസൈഡ്സ് ആണ് വന്നിരിക്കുന്നത്. ബിസൈഡ്സ് എന്താ? കൂടാതെ എന്നൊരു മീനിങ്ങിലാവാൻ. ക്ലിയർ? നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ബിസൈഡ്സ് ആൻഡ് ബിസൈഡ്. Okay, next one. The poor man asked the dash help. Asked for help. Yeah, asked for help. സഹായത്തിന് വേണ്ടി ചോദിച്ചു.
Father is not dash home now. At your home now. Then Sam went to the school dash scooty. By scooty. Buy a scooty. അല്ലല്ല. In the school. Oh. Buy എന്നല്ലേ മാം ബൈ എ സ്കൂട്ടി. Buy ആണ്. Buy a scooty. പോയി എന്നല്ല പറയുന്നത്. ഇതിലൂടെ പോയത് സ്കൂട്ടിയാണ് അല്ലെ? അപ്പൊ buy ആണ് പറയാ. ഇനി അവൻ സ്കൂട്ടിയിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ ഓൺ യൂസ് ചെയ്യാൻ പറ്റും. Okay. Then we rested dash a tree. Under. Yeah, under the tree. Very secret. Under ആണ്. Then he sat dash the table to write letter. At the table. No? Sat at the table. At the table. Yeah, നമുക്ക് at the table യൂസ് ചെയ്യാം, beside യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് preposition നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. At the table or beside the table. Can use the preposition. Okay. Then the monkey fell dash the tree. Fell on the tree. The monkey fell dash the tree. നന്നായിട്ടൊന്ന് വായിച്ചു. In the tree. From the tree ആണോ മാം? From the tree. കാരണം മുകളിൽ നിന്ന് വീണു എന്നല്ല പറയുന്നത്. From the tree. Then Alexis lay dash on the bed. Down. Yeah. On the bed. Lay down on the bed. Correct. I dipped my finger dash the honey. On the hand. Into the honey. Into the honey. ഹണിയിലേക്ക് ഡിപ്പ് ചെയ്തു എന്നാ പറയാം. Into the honey. They are very popular dash boys. Among. കാരണം ഞാൻ among and in between രണ്ടും ഞാൻ പറഞ്ഞതല്ല അല്ലെ? പറഞ്ഞോ ഞാൻ among പറഞ്ഞോ? Yes, ma'am. But they are very popular among the boys. അല്ലെങ്കിൽ among the boys എന്ന് പറയും. Then people learn dash experience. From experience. Yeah, it's a very important sentence in our life. Everyone learns from experience. Now, ശരിയാണ് അല്ലെ? People learn from experience. Experience എന്നാ പഠിക്കുക. Next, the last one. They lived in the apartment dash yours. ഇവിടെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അണ്ടർ ഓക്കെ, അണ്ടർ ചില അണ്ടർ ബിലോ അതൊക്കെ ഏകദേശം സെയിം മീനിങ് ആണ് വരുന്നതെങ്കിൽ ബിലോ തൊട്ട് താഴെ എന്നാണ് ഒരു മീനിങ് വരാം. ബിലോ തൊട്ട് താഴെ, മനസ്സിലായോ? ബിലോ യുവേഴ്സ് അങ്ങനെയാ പറയാം. അണ്ടർ യുവേഴ്സ് എന്ന് പറയുന്നു മിസ്റ്റേക്ക്, തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെ അത് ആപ്റ്റ് അല്ല എന്നാണ്. suitable preposition അവിടെ ബിലോ ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് preposition നെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലെ? അത്യാവശ്യം കുറച്ച് preposition മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് അങ്ങനെ പഠിക്കണം എന്നതിനുവേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങളോട് ജസ്റ്റ് നോക്കിയിട്ട് വരും എന്ന് പറഞ്ഞാലും നോക്കിയില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോ preposition chapter successfully completed ആയി. അതുപോലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താണ്, ക്ലിയർ ആണ്. ഇനി കുറച്ച് നേരം സംസാരിക്കാം. ഇന്ററാക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്.
ഫുൾ ടൈം ക്ലാസ് ആയിക്കഴിഞ്ഞാല് ബോറടിയാൻ മാത്രമാണ്. ബോറടിയാണ്, അത് മാത്രമല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണ്ടേ? വേണം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ് കേട്ടോ. നമുക്ക് എങ്ങനെയുള്ള സംസാരിക്കാം, ഇംഗ്ലീഷ് മലയാളം, ഓക്കെ. So, my question is, ഇപ്പോ എന്താ ഇങ്ങനത്തെ ചോദ്യം എന്നോടാരും ചോദിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ തോന്നിയ കാര്യമാണ്, എന്നാലും ചോദിക്കാലോ എന്ന് വിചാരിച്ചു. വെൽ പ്ലാൻഡ് ആയിട്ട് വന്നൊന്നും അല്ല കേട്ടോ. ചോദിക്കണമെന്ന് തോന്നി, കുഴപ്പമില്ല. ചോദിക്കാണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. വലിയ ചോദ്യം വേണ്ട, ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് കുറച്ച് ഹാപ്പി ആകുന്നത്? മീൻസ് നമുക്ക് നമ്മുടെ ലൈഫില് നമ്മുടെ പേഴ്സൺ നമ്മൾ എന്തെങ്കിലും ചെയ്യും അല്ലെ? ഒന്ന് ആലോചിച്ചേ. You feel so happy when we do anything. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ഹാപ്പി ആകും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സന്തോഷം. ഓക്കെ, നമ്മുടെ ഹാപ്പിനെസ് അറിയാലോ. ചിലപ്പോ എക്സാമ്പിൾ ഒന്നും ഞാൻ പറയുന്നില്ല. As a person, as a wife, daughter, mother, അതൊന്നല്ല ഞാൻ പറയുന്നത്. As a person, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആകുക? ചോദ്യം കേട്ട് പൊട്ടത്തരോട് ചോദിക്കുന്നുണ്ടോ? ചായ അതെന്താപ്പാ? കണ്ടോ? ഓക്കെ, പറയൂ. അപ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിക്കൂ. നിങ്ങളോടല്ലേ ഞാൻ ചോദിച്ചേ, അപ്പൊ അതിന് മറുപടി പറയൂ. എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആകുന്നത്? നമുക്ക് ആ മൂമെന്റിൽ എന്താണോ സന്തോഷം വരുന്നത് അത് ചെയ്യുമ്പോ ഹാപ്പി ആവും. ഓക്കെ, then എഴുതുന്നില്ല. ആർക്കും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഹസ്ബൻഡിന്റെ കൂടെ ഇങ്ങനെ ചെലവഴിക്കുമ്പോ ഹാപ്പിയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യും. എനിക്ക് അത് നമുക്ക് നേരെ തിരിച്ചു വരും. യാത്രകൾ ചെയ്യുമ്പോൾ കുറെ സ്ഥലങ്ങൾ കാണാനും പിന്നെ ഫാമിലി ആയിട്ട് കൂടെ ഇരിക്കാനും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹാപ്പി ആവാറുണ്ട്. നമ്മൾ ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴും സന്തോഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അതിന് പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ല. ചോദിക്കാൻ കാരണം പറഞ്ഞുകൊണ്ടല്ല, ഞാൻ പറയും. ബാക്കി നിങ്ങൾ പറയൂ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവുക, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്താ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? നേരെ തിരിച്ചു വെക്കുന്ന നല്ലത്. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മീൻസ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് മൂഡോഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുവാക്കാം ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ ഗുഡ്, നമുക്ക് ആ ഒരു മൊമെന്റ് കിട്ടും. ഓക്കെ ആണ്, ഹാപ്പി ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നും ആ ഒരു നിമിഷം. അതെന്ത് ചെയ്യുമ്പോഴാണ്? നിങ്ങൾ എത്ര പേര് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കാം എന്തായിരിക്കും. കാരണം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എന്തായിരിക്കും ഞാൻ ഹാപ്പി ആവാൻ കാരണം. ആലോചിക്കായിരുന്നു ഞാൻ. അങ്ങനെയാണോ? നിങ്ങൾ ആലോചിക്കുകയാണോ? എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഹാപ്പി ആവുന്ന അത് നമുക്ക് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യണ സമയത്ത് ചിലർക്ക് ഹാപ്പി, അതായത് ഇപ്പൊ ആ ഒരു ഭാരം ഇറക്കി വെച്ചു, ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യണ സമയത്ത് നമുക്ക് ഒരു സമാധാനം കിട്ടും, അതും ഹാപ്പി ആവാം. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പി. മാം, നമ്മളെ കുറിച്ച് ഒരാള് നല്ലത് പറയുമ്പോൾ നമുക്ക് ഹാപ്പി ആണല്ലേ? Okay. Then different perspectives ആണ് എല്ലാവരും. അതുപോലെ ഓരോ ദിവസവും ഹാപ്പി ആവണം നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. നമ്മുടെ അന്നത്തെ ദിവസം പോലെ ഉണ്ടാവും ഹാപ്പി ആണോ അല്ലേ എന്നുള്ളത്. നമ്മൾ വിചാരിച്ചാൽ മതി, എല്ലാം മാറ്റാൻ പറ്റും, അത്രേ ഉള്ളൂ. Then
മിസ്സേ, മനസ്സിന് സന്തോഷമില്ലാതെ വരുമ്പം ഞാനാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡുമായിട്ട് ചെലവഴിക്കും. പിന്നെ തീരെ സങ്കടം വരുമ്പോൾ വീട്ടിൽ എങ്ങനെയും പോയി, വീട്ടിലാവുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ സന്തോഷിക്കും ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോ, എന്റെ സ്വന്തം വീട്ടിൽ പോകുമ്പോ. ഓക്കെ, കുക്ക് ചെയ്യുന്ന പറയാം. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ ഒരു എന്നുവെച്ചാൽ ഒരു ഇന്നർ ജോയ് നമുക്ക് കിട്ടും. നമ്മുടെ പുറമുള്ള അങ്ങനത്തെ സന്തോഷമല്ല. നമ്മൾ ഇപ്പൊ വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇച്ചിരി ഭക്ഷണം കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നീഡി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ അങ്ങനെ ഒരു ഇന്നർ ജോയ് നമുക്ക് കിട്ടും. നമുക്ക് മറ്റ് എല്ലാ സന്തോഷത്തെക്കാളും നമുക്ക് ഇന്നർ ജോയ് കിട്ടുന്നത് മറ്റുള്ളവരില് നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ. അതായിരിക്കും എനിക്ക് തോന്നുന്ന ആപ്റ്റായ വേർഡ്. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷം വരുത്തുമ്പോൾ അല്ലെങ്കിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അൾട്ടിമേറ്റ് ജോയ് കിട്ടും. അത് ഒരു ജോയ് ആണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോ നല്ല സന്തോഷം കിട്ടാറുണ്ട്. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ. ബാക്കി ആർക്കും സന്തോഷം ഇല്ല എന്നാ പറയുന്നേ? ഇല്ല മിസ്, സന്തോഷമുണ്ട്. സന്തോഷം അതല്ല, സാധാരണ നമുക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ ദിവസങ്ങളിൽ അദ്ദേഹത്തോട് നന്ദി പറയും. കാരണം എപ്പോഴും നമുക്ക് സന്തോഷമാക്കി ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മള് അദ്ദേഹത്തിന് നന്ദി പറയും. കാരണം ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ന് നല്ല സന്തോഷമാണ്, ചിലപ്പോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇരട്ടി സങ്കടവും വരിക. അപ്പൊ ദൈവത്തോട് നന്ദി പറഞ്ഞ ആ ദിവസം തുടർന്ന് പോകാനാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഷോപ്പിംഗ്, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാ, ആക്ടിവിറ്റികൾ ചെയ്യാ, അങ്ങനെയൊക്കെ ആയിട്ട് പോവും. കൂടുതൽ നേരം വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാനും മക്കളോടൊപ്പം ചെലവഴിക്കാനൊക്കെയാണ് സന്തോഷം കൂടുതൽ ഉണ്ടാവുക. ഇപ്പോഴും പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും സന്തോഷം കിട്ടാറുണ്ട്. അപ്പോ ഈ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പറ്റും മാം. നമ്മളിപ്പോ ഒരു നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീട്ടിലത്തെ നമ്മൾ വിചാരിച്ചാൽ മതി അത് കൂളായിട്ട് പരിഹരിക്കാൻ പറ്റുന്നത്. നമ്മൾ ഹാപ്പി ആണെങ്കിൽ അവര് ഹാപ്പി ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കണത്. നമ്മ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അത് സാരില്ല, കുഴപ്പമില്ല, ഒപ്പം പോയിട്ട് ഞാൻ കൂളായിട്ട് എന്നും ചിരിക്കും. അപ്പൊ അവരുടെ മൈൻഡ് മാറും എന്തായാലും. അതൊരു വിശ്വാസം, അത്രേ ഉള്ളൂ. അപ്പോ പറഞ്ഞു വരുന്നത് പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വന്നു അല്ലെ. സന്തോഷം കിട്ടണമെങ്കിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം കിട്ടൂ. അതാണ് എന്റെ ചോദ്യം. ഇങ്ങനെ മാത്രമേ ഹാപ്പി ആകാൻ പറ്റുള്ളൂ എല്ലാവർക്കും? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഒരു കാര്യം, എല്ലാവരും ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു അല്ലെ സന്തോഷം എന്ത് ചെയ്യണം. ഒരിക്കലും നമ്മള് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആകൂ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഹാപ്പി ആകൂ, അങ്ങനെയൊന്നുമില്ല. ഓൾവേസ് ബി ഹാപ്പി. അങ്ങനെ മാത്രം ചിന്തിക്കുക. ഇനി മുതൽ സങ്കടങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. നെഗറ്റീവ് സാഡ്നസ് എല്ലാം ഉണ്ടാകും. പക്ഷേ അതിന് നമ്മള് അതിലേക്ക് നമ്മൾ ഹാപ്പിനെസ് കൊണ്ടുവരുന്നതിലാണ് കാര്യം. അതായത് നെഗറ്റീവ് തോട്ട് വരുമ്പോ ആ തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ് ആക്കാം. ക്ലിയർ? അതുപോലെ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്യുമ്പോ ഹാപ്പി ആക്കും, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരിക്കലും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒന്നിനും ഡിപ്പെൻഡ്, നമ്മൾക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാം. അതിലാണ് കാര്യം. കാരണം ഞാൻ അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആകും എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, കറക്റ്റ് ആണ്, നമ്മൾ മാത്രമാണ് അതിൽ. പക്ഷെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ ഇന്നത് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഹാപ്പിയാണ്.
ഇന്ന് ബുക്ക് വായിക്കുമ്പോ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. മീൻസ് അപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. അതാണ് വേണ്ടത്. കാരണം നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണം എന്നൊന്നുമില്ല. ഇത് ഈ പറയുന്ന കാര്യം നെഗറ്റീവ് എടുക്കരുത് കേട്ടോ. ഒരിക്കലും നമ്മുടെ ഫാമിലിയുമായിട്ട് റിലേറ്റീവ് പറയുന്ന ഒന്നുമല്ല. അതാദ്യം ചിന്തിക്കാം. ഞാൻ പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാണ്. വന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ഒരേ ഒരു കാര്യം, നമ്മുടെ വിഷമങ്ങളും നമുക്കുണ്ടാകുന്ന ടെൻഷൻ, വിഷമം ഇതെല്ലാം പരിഹരിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകും. ആരൊക്കെ സപ്പോർട്ടിന് വന്നാലും ശരിയാണ്, നമ്മൾ എന്ത് ഷെയർ ചെയ്യുന്നു, ഓക്കെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്താലും നമ്മളൊരാളെ വന്ന് സമാധാനിപ്പിച്ചാലും അത് ആ ഒരു ടെൻഷൻ നമ്മൾ റിലീഫ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൊമെന്റ് റിലാക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡിനോട് തന്നെ പറയണം. വേണ്ടേ? വേണം. അങ്ങനെയാണ്. ഒരാള് വന്ന് നമ്മളോട് അത് പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ ആളങ്ങോട്ട് പോയാൽ പോലും നമ്മുടെ മൈൻഡിനോട് നമ്മളായിരിക്കും പറയും, ഓക്കെ തെറ്റാണ്, എനിക്ക് എന്ന് നമ്മൾ പുഷ് ചെയ്യും. നമ്മൾ സ്വയം പുഷ് ചെയ്യും. അല്ലെങ്കിൽ മോട്ടിവേറ്റ് yourself, അല്ലെങ്കിൽ myself, അല്ലെ? നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾ ഓക്കെ, നമ്മളൊന്ന് സെറ്റ് ആക്കുക, റിലാക്സ്ഡ് ആക്കുക. അപ്പൊ ആരൊക്കെ വന്നത് പറയുമ്പോഴും നമ്മൾ അവര് പറയുന്നതിൽ നമ്മൾ അത് കേൾക്കുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ എന്നിട്ടായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം. മനസ്സിലായോ? റീതിങ്കിങ് നമ്മള് ഓക്കെ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് വരും. ഈ കോൺഫിഡൻസ് എല്ലാം വരും നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ്. ശ്രദ്ധിച്ചിരിക്കും. ആരൊക്കെ നമ്മുടെ ചുറ്റിലുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കാകും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന ഒരു നിമിഷമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് വരും. നമുക്ക് എന്തും ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു ധൈര്യം വരും. ആ മൊമെന്റ് നമ്മൾ ഹാപ്പി ആയിരിക്കും. എന്ന് നിങ്ങളായിട്ട് തിരിച്ചറിഞ്ഞ് വരുന്നോ അന്ന് മുതൽ നിങ്ങൾ മാറി ചിന്തിക്കും. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഞാൻ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാം തോന്നുന്നു. അഗ്രി ഓർ ഡിസഗ്രി? ഞാനും അങ്ങനെയാണ് പറയുക. സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ എന്നും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. വിഷമം വന്നാലും ഹാപ്പി ആവും. നമ്മൾ സ്വയം ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ. പക്ഷെ നമ്മള് ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കും നമുക്ക് സ്വയം ഹാപ്പി ആവാം അങ്ങനെ. പക്ഷെ നമ്മള് ഫാമിലി ആയിട്ട് നമ്മൾ ബോണ്ടാണ്. ഒരു തന്നെയല്ലല്ലോ, നമ്മൾ അവരുമായിട്ടൊരു റിലേഷനിലായതുകൊണ്ട് ഇപ്പൊ ഫാമിലി, ഇപ്പൊ ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അത് നമ്മളെയും കൂടി ബാധിക്കും. നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റും, മീൻസ് നമുക്ക് ഹാപ്പി ആവും. പക്ഷെ നമ്മൾ എത്രത്തോളം ഓരോരുത്തരോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അറ്റാച്ച് ചെയ്ത വ്യക്തികളുമായിട്ട് നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കൂടുന്തോറും അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ അത് നമ്മളെ ശരിക്കും ഒരു ബാധിക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങള് ഇതേപോലെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഓട്ടോ സ്ലിപ്പായിട്ട് ഞങ്ങൾ ഒന്നാകെ മറിഞ്ഞു. ഒന്നാകെ ഫുൾ ഓട്ടോ കമന്നു. അങ്ങനെ അടിയിൽ ഞാനും 2 കുട്ടികളും. മൂപ്പര് എവിടെയെന്ന് അറിയില്ല. ഞങ്ങൾ ഒച്ചയിടുകയാണ്. നല്ല പ്രഷർ, അത്രയ്ക്ക് ടെൻഷനായി. ഏട്ടൻ എങ്ങടെ തെറിച്ചെന്ന് അറിയില്ല. നോക്കുമ്പോ വണ്ടി മൂപ്പരിന്റെ മേത്താ, അതിന്റെ മേത്താ ഞങ്ങൾ കിടക്കണത്. മൂപ്പര് തനിയെ എടുത്ത് പൊന്തിച്ചിട്ടാണ്. പാതിര ഒരു 10 മണിയായി ഉണ്ടാവും. ഒരാൾ പോലും ഇല്ല. ഏതോ ഒരു ലോറിക്കാരനാണ് വണ്ടി നിർത്തിയത്. അപ്പൊ ആ സമയത്ത് മൂപ്പര് എവിടെന്നാ ധൈര്യം വന്നതെന്ന് അറിയില്ല. ഞങ്ങള് നിലവിളിക്കുകയാണല്ലോ. മൂപ്പര് തനിയെ വണ്ടി പൊന്തിച്ച്, എങ്ങനെ പൊന്തിക്കാനുള്ള ശക്തി കിട്ടിയെന്നും അറിയില്ല. മൂപ്പര് തനിയെ വണ്ടി പൊന്തിച്ചിട്ട് പിന്നീടാണ് ആ വണ്ടി ലോറിക്കാരെ നിർത്തിയിട്ട് എല്ലാവരും ഓടിക്കൂടി വന്നത്. എവിടുന്ന് ആൾക്കാർ വന്നൊന്നും അറിയില്ല. അത്ര നേരം ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല റൂട്ടിൽ. ഇരുട്ടായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. എന്നിട്ട് വണ്ടി പൊന്തിച്ച് നോക്കിയപ്പോ ഏട്ടന്റെ അടി പറ്റിയതൊന്നും അപ്പോഴൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചേ ഇല്ല. വേദനയും അറിഞ്ഞില്ല. എല്ലാവരുടെ അടുത്തും കുഴപ്പമില്ല പറഞ്ഞ് ഞങ്ങൾ തന്നെ, ഏട്ടൻ തന്നെ വണ്ടി എടുത്ത് അതുവരെ പോയി. പിന്നെ ഹോസ്പിറ്റലിലേക്കാണ് നേരെ പോയത്. അവിടെ എത്തുമ്പോഴാണ് നല്ല വേദന ഇളകാൻ തുടങ്ങിയത്. ആ ടൈമുകളിൽ ഞങ്ങൾ ഒരുപാട് ടെൻഷൻ, കാരണം എന്ത് സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഷോക്കായിരുന്നു. ആ സമയങ്ങളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞങ്ങൾ രാത്രിക്ക് തന്നെ വന്നു. സ്കാനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു. വീട്ടിലെത്തി. മൂപ്പർക്ക് ടെൻഷൻ. കിടക്കുമ്പോൾ ഇങ്ങനെ അവിടെ വേദന ഇവിടെ വേദന നെഞ്ചു വേദന പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമോന്ന് നമുക്കറിയില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കും കാലിലും കയ്യിലും എല്ലാവിടെയും ചതവുണ്ടായിരുന്നു.
അപ്പോഴും ഞങ്ങൾ 10-18 ദിവസത്തോളം വീട്ടിലിരുന്നു. നല്ല ടെൻഷനായിരുന്നു മൂപ്പരിന്റെ മുഖത്ത്. ഞങ്ങളപ്പോ നമ്മൾ വിഷമിച്ച അതോടുകൂടി കഴിഞ്ഞു. കാരണം അത്രയ്ക്കും ഫീലാവും. ഞാന് പോട്ടെ കുഴപ്പമില്ല സാരില്ല അതൊക്കെ ചെറിയ മുറിവ് ഞാൻ കളിയാക്കിയിട്ട് തന്നെ ചിരിച്ചും കൊണ്ട് ഒരുപാട് ഞങ്ങള് പോയപ്പോ അതൊരു എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുമ്പോ നമ്മൾ ചെറിയൊരു കുഴപ്പമില്ല പോയിട്ട് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ വേദനിക്കില്ല എന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെ ടെൻഷൻ കുറച്ച് കുറയും. മനസ്സിലായോ? അങ്ങനെ ഞാൻ ആ ഒരു കുറച്ച് ദിവസങ്ങൾ ഞാൻ കടന്നുപോയി. കുറേ ദിവസം കിടന്നു മൂപ്പര്. കാല് ഫ്രാക്ചറായിട്ട് എണീക്കാൻ പറ്റാണ്ടൊക്കെ ആയിട്ട് നല്ലതായി. പക്ഷെ അപ്പോഴും താങ്ങായിട്ട് നമ്മൾ നിന്ന് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ എല്ലാം ഒത്ത് നമ്മൾ ഒന്നിച്ച് പോകുന്ന മൂപ്പർക്ക് കണ്ടപ്പോ ആ വിഷമം അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ വേദന ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല. ഫാമിലി ആകുമ്പോ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉറ്റവരുടെ ഒരു വേർപാട്. എൻ്റെ ബ്രദർ 27ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഞാൻ ബ്രദറും ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സമയം നമ്മൾ ഒന്നിച്ച് ഒരു ഫ്ലാറ്റിലായിരുന്നു. ഡൽഹി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ബ്രദർ മരിച്ച ആക്സിഡന്റിൽ മരിച്ചു. അപ്പൊ ബോഡി ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാനാണ് ചെന്ന് ആദ്യമായിട്ട് ബ്രദറിന് ആക്സിഡന്റ് ആയി ഇങ്ങനെ എന്തെങ്കിലും പരിക്കുകൾ മാത്രം ഉണ്ടായില്ല, എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ മൈൻഡ് എന്നെ അങ്ങനെയാണ് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് ഒരു മീൻസ് നമ്മള് സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഇങ്ങനെ തുണി മാറ്റിയിട്ട് ബ്രദറിന്റെ മുഖം ഞാൻ കാണുന്ന ആ ഒരു ഇത്രയും വർഷമായി, ഇപ്പൊ ഏകദേശം 25 വർഷം ആവും. 25 വർഷമായി ആകുന്നുണ്ട്, 25 വർഷം തോന്നുന്നു. പക്ഷെ ആ ഒരു മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മള് അതിന്റെ ആ മുറിവ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകളായിരിക്കും നമ്മുടെ സന്തോഷങ്ങളെ പലതും കെടുത്തുന്നത് അല്ലെ. അതെങ്ങനെ അങ്ങനത്തെ ചില ഇൻസിഡൻസ് നമുക്ക് ആ സമയത്ത് നമ്മളതെങ്ങനെ എടുക്കുന്ന എനിക്ക് അറിയത്തില്ല. ആ ഒരു ഇൻസിഡന്റ് കൂടി എൻ്റെ ഫാമിലിയിലെ മൊത്തം ഹാപ്പിനെസ് പോയി എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഞാൻ പറയുന്നത്, നമ്മുടെ ഫാമിലിയിലായാലും നമ്മുടെ ബ്രദർ സിസ്റ്റർ അവരുടെയൊക്കെ വേർപാടുകൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ അത് സന്തോഷമായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും അല്ലേ. എനിക്ക് തോന്നുന്നു ഒക്കെയാണ്, ശരിയാണ്, പറയുന്നത് ശരിയാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് നമ്മുടെ ഓർമ്മകളാണ്, നമുക്ക് നമ്മുടെ സങ്കടം തരുന്ന ഓർമ്മകളാണ്. അത് ഓർക്കാൻ പാടില്ല ഓർക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പൊ നമ്മളൊരാള് ഹാപ്പി, നമ്മുടെ ഉള്ളിൽ എന്തായാലും വിഷമം ഉണ്ടാവും. എന്നാണെങ്കിലും നമ്മൾ മരണം വരെയാണെങ്കിൽ ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷെ അത് ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുള്ളവരും കൂടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓർത്ത് വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. അതെ, ഓർത്ത് വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഹാപ്പി ആകാനുള്ള, ഇപ്പൊ നമുക്ക് മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാ, മീൻസ് നമ്മുടെ സന്തോഷം മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നു. അത് ശരിയാണ്, ഞാൻ അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അതില് നമുക്ക് അതിന് വേറൊരു വശം എന്ന് പറയുമ്പോൾ നമ്മളത് ഓവർകം ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സംഭവം മറക്കുക, മീൻസ് മനഃപൂർവ്വം മറക്കാം. ഏറ്റവും നല്ല കാര്യം മനഃപൂർവ്വം മറക്കാം. ആള് ഉണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. അതേ നമ്മളെ കൊണ്ട് പറ്റൂ. കാരണം കഴിഞ്ഞു സംഭവിക്കാനുള്ള സംഭവിച്ചു. പിന്നെ നമ്മൾ അത് ഓർത്ത് നമ്മള് ലൈഫ് മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നതില് ഒരു അർത്ഥവും ഇല്ല. കാരണം നമ്മളെ മനുഷ്യന്മാര് നമ്മളെ മനുഷ്യന്മാരെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ ഏതൊരു സിറ്റുവേഷനായിട്ട് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. നമ്മൾ അങ്ങനെയാണ്. അത് എല്ലാം നമ്മൾ മറന്നതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ ലൈഫാണ്, നമ്മളത് മുന്നോട്ട് പോയേ പറ്റും. പിന്നെ നമ്മള് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഇതൊക്കെ എപ്പോഴും പറയുന്നത്, അതായത് സങ്കടങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും സങ്കടമില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷെ അതെന്നും സങ്കടമായിട്ട് നമ്മൾ ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ലൈഫാണ് ഉള്ളത്, എല്ലാവർക്കും ഒരു ലൈഫാണ് ഉള്ളത്. നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കറിയില്ല, അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ ലൈഫ്. നാളെ നമ്മൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് തോന്നണ്ടേ. എനിക്ക് ഒരു നിമിഷം തോന്നിയ ഒരു ചോദ്യമുണ്ട്. എനിക്ക് എന്നോട് തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണേ, ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നൊരു ചോദ്യമാണ്. ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ചിന്തിക്കാം, ഞാൻ എന്തിന് ജീവിക്കുന്നു. കാരണം
രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ പണിയെടുക്കുന്നു, മക്കളെ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. എഗെയിൻ രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. എന്റെ റൊട്ടീനാണത്. ഞാൻ ആലോചിച്ചു എനിക്ക് വേണ്ടി ഞാൻ എന്തിനു ജീവിക്കുന്നു, എന്തിനു ജീവിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ജീവിച്ചത് ആർക്കോ വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചതേയില്ല. ഒരു നിമിഷം നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ എന്ന് വരെ നമ്മൾ ജീവിക്കും എന്ന് ആർക്കും അറിയില്ല, അല്ലെ? എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് തോന്നിയതാണ്. നമ്മൾ ഇത്രയും നാള് കല്യാണം വരെയും നമ്മൾ എത്രയോ ഒരുപാട് ആഗ്രഹത്തോടു കൂടി പഠിച്ച് പാസ്സായി, അല്ലെ? ഒരുപാട് ക്വാളിഫിക്കേഷൻ ആണ്, ഒരുപാട് സർട്ടിഫിക്കറ്റ് എല്ലാം അലമാരിൽ കൂട്ടി വെച്ചതാണ് നമ്മള്. നമ്മളാണ് കല്യാണം കഴിഞ്ഞു ഒതുങ്ങിപ്പോയി. മീൻസ് എല്ലാവരെയും നോക്കണം, ഫാമിലിയെ ഹാപ്പി ആക്കണം, മക്കളെ ഹാപ്പി ആക്കണം, ഹസ്ബൻഡ്, എല്ലാവരും, എന്തിനാ അയൽവക്കം, നൈബേഴ്സ്, അത് വേണമെങ്കിൽ പറയുന്നത്, നൈബേഴ്സ്, നാട്ടുകാർ, ഇവരെല്ലാം ഹാപ്പി ആക്കുന്നുണ്ട് നമ്മൾ. എന്തുകൊണ്ട് നമ്മൾ നമ്മളെ ഹാപ്പി ആക്കുന്നില്ല? ആലോചിച്ചു. എന്തുകൊണ്ട്? ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ മതി, നമ്മളെ ഹാപ്പി ആയിരിക്കട്ടെ. ഇപ്പോ അത് പേഴ്സണൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോ ഈ നിമിഷം എന്ന് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഏർണിംഗ് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ച ഒരു നിമിഷം ഉണ്ടല്ലോ, അന്ന് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുവരെയും ഞാൻ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഹാപ്പി ആയിരിക്കണം, അവരെ ഹാപ്പി ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ കൂടെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ മാറ്റം, വേറെ ഒന്നുമില്ല. പിന്നെ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ലൈഫില് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്നില്ല, ചീത്ത കാര്യങ്ങൾ സംഭവിക്കും, അത് കഴിഞ്ഞു പോകും. സംഭവിച്ചു കഴിഞ്ഞതാണ്, വിട്ടേക്കാം. കഴിഞ്ഞത് ഓർത്തോണ്ടിരുന്നാല് നമുക്ക് ദൈവം ഏറ്റവും നല്ലൊരു അനുഗ്രഹം തന്നിരിക്കണം മറവി. അറിയോ, മനുഷ്യന്മാർക്കാണ് അത് ദൈവം അങ്ങനെ ഒരു കഴിവ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും മറക്കണം. അതെ, അതിനെ ഏറ്റവും നല്ല ഞാനിപ്പോ ഇതില് ജോയിൻ ചെയ്തത് തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. എന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോ ഒന്ന് നേടാനായിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇതിനൊന്നും നേടാനില്ല, അവരുടെ ചോദ്യത്തിനും ക്യാൻസർ ഇല്ല. പക്ഷെ എനിക്ക് ഇത് ജോയിൻ ചെയ്തത് തന്നെ എനിക്ക് വേണ്ടിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അത് വേറെ, ഞാൻ ജസ്റ്റ് മറ്റേതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഞാനും ഇതുപോലെ ഒരു ഇൻസിഡന്റിലൂടെ പോയതാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷെ ഞാന് നമ്മുടെ സങ്കടവും നമ്മുടെ വിഷമവും മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. വിഷമമൊക്കെ ഉണ്ട്, നല്ല വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ മറക്കുക, നമ്മൾ സ്വയം മറക്കുക. നമുക്ക് ദൈവം പിന്നീട് നല്ലൊരു കാര്യം തന്നതല്ലേ. അങ്ങനെ നമ്മൾ ഒന്നും ശരിക്കും ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നല്ലത് വരുന്നോ ചീത്ത വരുന്നോ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ലിവ് അറ്റ് ദാറ്റ് മൊമെന്റ് ഹാപ്പിലി. മീൻസ് ഇപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഏറ്റവും നല്ലൊരു കാര്യം എൻഗേജ്ഡ് ആയിരിക്കുക. അത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കില്ല എന്നല്ല, നമുക്ക് സമയമില്ല, ചിന്തിക്കാനേ സമയമില്ല. ഇപ്പൊ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. ഇതുപോലെയാണ് ഞാൻ എന്തിനിങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്തിനു വീട്ടിലിരിക്കുന്നു, എന്തിനാ ഞാൻ പഠിച്ചത്, ഒരു കാര്യം ഞാൻ ചോദിക്കും. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം ഇതൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ ജോലി നമുക്ക് വേണ്ടേ? അത് നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ എത്രയോ നല്ലതാണ്. സോ ഞാൻ എന്ന് സ്മാർട്ട്സിലോ അല്ലെങ്കിൽ ഞാൻ എന്ന് ജോലിക്ക് ഇറങ്ങിയോ എനിക്ക് ആലോചിക്കാൻ സമയമില്ല. അത്രേ ഉള്ളൂ, ആലോചിക്കാൻ സമയമില്ല. ഞാൻ എൻഗേജ്ഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ എന്നെ കൊണ്ട് ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം എനിക്കിപ്പോ കിട്ടി. അതാണ് സത്യം. ഞാൻ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എനിക്കുള്ള അറിവുകൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതിലൂടെ മറ്റുള്ളവരെ ഒരുപാട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടത്. ഞാൻ ഇപ്പോ നമ്മള് മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാതെ നമ്മളെ കൊണ്ടാകുന്ന എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. അതിൽ നമ്മൾ സന്തോഷിക്കും. കാരണം നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം ലവ് യുവർ സെൽഫ്. എത്രത്തോളം നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനും നമ്മൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അറിയില്ല. നമ്മൾ എത്ര അത് എക്സ്പ്ലെയിൻ ചെയ്താലും, അല്ലെങ്കിൽ ഒരാളോട് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് മാത്രമേ അതിന്റെ അളവ് അറിയൂ, അല്ലെ? പക്ഷെ ഒരാളോട് പറയുന്നത് നല്ലതാ, അതും നല്ലതാ. ലിസണർ എന്ന് പറയുന്ന ഒരു സാധനം വേണം. അങ്ങനെ ഒരാള് ഇപ്പോ കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ലിസണർ വേണം. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് വേറെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇനി അങ്ങനെ ഒരാളില്ലെങ്കിൽ പോലും സ്വയം നമ്മൾ സമാധാനിക്കാൻ പഠിക്കണം. മനസ്സിലായോ?
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട്, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ലൈഫിൽ ഇല്ലെന്നേ. ഇത് സത്യമാണ്. അത് ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും സത്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ചാൽ പറ്റും. അങ്ങനെയാണ്, നമുക്ക് അതിനൊരു പവർ ഉണ്ട്. ഇപ്പോ ഷൈമ പറഞ്ഞ പോലെ ആക്സിഡന്റ് വന്നു, ഹസ്ബൻഡ് അത് എങ്ങനെ ആ ഒരു വണ്ടി എങ്ങനെ പൊക്കി അറിയില്ല. കാരണം എന്തുകൊണ്ടാ? ആ ടൈമിൽ നമുക്ക് വരുന്നതാണ്. അത്രയും പവർഫുൾ ആണ് നമ്മള്, അത്രയും പവർഫുൾ ആണ്. നമുക്ക് അറിയില്ല എന്ന് മാത്രം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമാണ് നമ്മൾ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കൂ. അതുകൊണ്ട് റീതിങ്ക് ചെയ്യുക. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ്. നമ്മൾ മാത്രം വിചാരിച്ചാണ് നമ്മൾ ഈ മൊമെന്റ്. അതെ, നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഈ ലെവലിൽ എത്തിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അവര് കാരണമാണ്, ഇവര് കാരണമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയാം, എന്റെ പാരന്റ്സ് കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തിയേനെ. പക്ഷെ അൾട്ടിമേറ്റ്ലി പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമുക്ക് ആരെയും നമ്മളെ പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ പറയില്ല, നമ്മുടെ ഏത് പ്രശ്നത്തിനും പ്രശ്നങ്ങളെക്കാളും വലിയത് അതിന്റെ ദൈവം, അതിനേക്കാളും വലിയൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ പ്രശ്നത്തിന് എല്ലാത്തിനും പരിഹാരം ഒരു ലോക്കിന് ഒരു കീ ഉള്ള മാതിരി, എല്ലാ ലോക്കിനും ഒരു കീ ഉള്ള മാതിരി നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു ആൻസർ ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് ശരിക്കും ഈ കോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സത്യത്തില് എല്ലാവരുടെയും ദൈവം നമ്മൾ തന്നെയാണ്, നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ്. മനസ്സിലായോ? ഒരു സൊല്യൂഷൻ എടുക്കുന്നത് നമ്മളാണ്, നമ്മുടെ ഉള്ളിലാണ് ഇതെല്ലാം ഉള്ളത്. നമുക്ക് തോന്നുന്നല്ലേ? അതായത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഡെസ്റ്റിനി, യുവർ ഓൺ ഡെസ്റ്റിനി. നിങ്ങളാണ് നിങ്ങളുടെ വിധി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരൊന്നും അല്ല. അത് സങ്കടത്തിലേക്ക് പോകണോ സന്തോഷത്തിലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കണം നിങ്ങൾ മാത്രം. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മള് ബി പ്രാക്ടിക്കൽ എന്ന് പറയും. ഈ ബി പ്രാക്ടിക്കൽ എന്ന് പറയാൻ കാരണം തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു? ഒന്നും കിട്ടത്തില്ല. ഇനി എങ്ങനെ? അത്രേ ഉള്ളൂ. ഇനി എങ്ങനെ? ക്ലീൻഷിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ക്ലീൻഷിയുടെ ബ്രദറിനെ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ഒരു ചിന്താഗതിയില് ആള് പോയി, പക്ഷെ അത് ആളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് അത് ആൾക്ക് വിഷമാണെങ്കിലോ? അങ്ങനെ ചിന്തിച്ചു നോക്കി. ഇല്ല, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വിഷമം ഇല്ല. പക്ഷെ എന്റെ പപ്പയും മമ്മിയാണെങ്കിൽ നല്ല പപ്പ മിലിറ്ററിയിലായിരുന്നു. ആള് നല്ല സ്ട്രോങ് പേഴ്സൺ ആണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. മീൻസ് മിലിറ്ററിക്കാരൊക്കെ ഇച്ചിരി കൂടി സ്ട്രോങ് ആണല്ലോ നമ്മള് പൊതുവെ ചിന്തിക്കുമ്പോൾ. പക്ഷെ എന്റെ പപ്പയ്ക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. പുള്ളിക്കാരൻ പപ്പയാണെങ്കിൽ പിന്നെ ഒരു 6 years അവിടെ ജീവിച്ചുള്ളൂ. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് അങ്ങനെ ആളിച്ചിരി ഡൗൺ ആയിപ്പോയി. പക്ഷെ എന്റെ മമ്മി നല്ല സ്ട്രോങ് ആയിരുന്നു. എന്റെ മമ്മി കുറച്ചും കൂടി ഈ കാര്യത്തിന് ഒന്നും കൂടി നന്നായിട്ട് എടുത്ത്, ഞങ്ങൾ പിന്നെ 2 മക്കള്, എനിക്ക് ഒരു ഇളയ ബ്രദറും കൂടിയുണ്ട്. അപ്പൊ ഞങ്ങൾ 2 മക്കള് ഇപ്പൊ മമ്മി ഓക്കെ ആണ്, മമ്മിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കൂടുതൽ ബാധിച്ചത് എന്റെ പപ്പേനെയാണ്. പപ്പനെ ഒരുപാട് നമ്മള് കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോയി. പക്ഷെ പപ്പ അതിൽ നിന്ന് റിക്കവർ ആയില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് നല്ലൊരു ആരോഗ്യവാനായ ഒരു വ്യക്തിയായിരുന്നു എന്റെ പപ്പ. പക്ഷെ എനിക്ക് ഞാനിപ്പോ നല്ല പോസിറ്റീവായിട്ട് ചെയ്യുന്നത്. എനിക്കതില് പ്രത്യേകിച്ച് മീൻസ് ഞാനത് ഓർത്ത് ദുഃഖിക്കുക അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പൊ അന്നത്തെ ഒരു രീതിയിൽ എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ്, ഒരു ഗാർഡനിൽ ഏറ്റവും നല്ല ഫ്ലവറിനെയാണല്ലോ നമ്മൾ പിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതുപോലെ ഒരു നമ്മളാകുന്ന ഒരു ഇതില് ദൈവം നല്ലൊരു പൂവിനെ, നല്ലൊരു വ്യക്തിയെ ദൈവം എടുത്തു. ഞങ്ങളെക്കാളും നല്ലൊരു വ്യക്തിയായ ബ്രദറിനെ എടുത്തു. അത്രേ ഉള്ളൂ. അത്രയും കൂടുതലോ എനിക്കൊരു 1 week 2 weeks അത്രയും കേട്ട അതിലൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ കരഞ്ഞേ ഇല്ല, എനിക്ക് കണ്ണുനീര് വരുന്നില്ലായിരുന്നു സത്യം. ഞാൻ അങ്ങനെ വലുതായിട്ട് കരഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തെന്ന്. പിന്നെ അത് സ്ലോ ആയിട്ട് റിക്കവർ ആയി. അത്രേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കാര്യം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ ഫാമിലിനെ കൂടുതൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫാമിലിനെ കൂടുതൽ ഞാൻ അതില് അവരെ സപ്പോർട്ട് ചെയ്യും. മമ്മിയെ ആയാലും പണ്ട് ബ്രദർ ഉണ്ടായിരുന്നപ്പോ നമ്മൾ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ബ്രദറിന്റെ അഭാവത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചും ഒന്നുമില്ല. നമ്മളിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിരിക്കുക. നമ്മൾ ഹാപ്പി ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആകും.
മോസ്റ്റ്ലി ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാം, നമ്മളെ കൊണ്ടാവുന്നില്ല. വെരി സ്ട്രോങ് ആയിട്ടിരിക്കുക, വെരി സ്ട്രോങ്. എല്ലാം നമ്മൾ പ്രതീക്ഷിക്കണമെന്നില്ല ലൈഫിലാണ്. ലൈഫ് അങ്ങനെയാണ്. എത്ര കാലം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊന്നും നമുക്ക് അറിയില്ല. ശരിയല്ലെന്ന് ആലോചിച്ചൊക്കെ. ഇവൻ ഞാനിത് പറയുമ്പോൾ എനിക്കൊരു വിഷമം തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ശരിയല്ലേ, എല്ലാവരും നമ്മുടെ കൂടെ എത്ര നാളുണ്ടാകും നമുക്കറിയില്ല. എല്ലാം നമ്മള് പ്രതീക്ഷിക്കണം എന്നേ ഞാൻ പറഞ്ഞു. എന്തൊരു കാര്യം പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മള് ഇതേപോലെ ഷോക്കാകും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് വട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലോ അല്ലെങ്കിൽ മിസ് എന്തെങ്കിലും പറയുന്നത് തോന്നുമെങ്കിലോ ഇതാണ് റിയാലിറ്റി. അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ റിയലൈസ് ചെയ്യുക. റിയലൈസേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി അത് ചിന്തിക്കുക, പ്രാക്ടിക്കലി ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈഫ് നമ്മൾ വിചാരിക്കുന്നില്ല, അതിലപ്പുറം പോകും. ബി ഹാപ്പി ഓൾവേസ്. അത് എനിക്ക് പറയാം. ആ ഒരു ടോപ്പിക് എടുത്തിടാൻ കാരണം അതൊക്കെ തന്നെയാണ്. ബി ഹാപ്പി. ആ ചോദ്യം ഞാൻ ചോദിച്ചപ്പോ ഇവിടെയും വരെ എത്തും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാനുള്ള കാര്യം എപ്പോഴും നിങ്ങൾ സന്തോഷിച്ചിരിക്കുക എന്നൊരു കൺക്ലൂഷനിൽ എത്താമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയും ഓക്കെ. പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഓൾവേസ് ബി ഹാപ്പി. അതിന് കീ നമ്മുടെ കയ്യിലാണ്. സോ ആ കീ നഷ്ടപ്പെടുത്താതെ, ആർക്കും കൊടുക്കാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഓക്കെ. ദെൻ ബി സ്ട്രോങ്. അതും കൂടെ വേണം. സ്ട്രോങ് ആയിരിക്കണം നമ്മള്. സ്ട്രോങ് ആണല്ലേ? സ്ട്രോങ് ആണ്. ബി കോൺഫിഡന്റ്, ബി സ്ട്രോങ്, ബി ഹാപ്പി, ലവ് യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഒരു മോട്ടീവായിട്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ആസ് എ വുമൺ അല്ല, എവ്രിവൺ. വുമൺ എന്ന് നമുക്ക് വൾഗറൈസ് വഴി പറയാം. പക്ഷെ വുമൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, വെരി പവർഫുൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അറ്റ് എ ടൈം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിന്തിക്കൂ. പവർഫുൾ ആണ് നമ്മള്, ഭയങ്കര പവർഫുള്ളാ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടും ഒന്നുമില്ല. ഒരു മെൻ ചെയ്യുന്നതിനപ്പുറം അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരുപാട് കാര്യം അതേ ഉള്ളൂ. ചിന്തിക്കാലോ. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വർക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങള് എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡ് പല രീതിയിൽ പല സ്ഥലത്തും പോകുന്നുണ്ട്. പല കാര്യങ്ങൾ ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ പറയുന്ന മെൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോ. നിങ്ങള് ഫോൺ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഫോൺ ചെവിട്ടിൽ വെച്ച് നമ്മള് അടുക്കളയിലുള്ള കാര്യങ്ങള്, കൊച്ചിന്റെ കാര്യങ്ങള്, ഇതെല്ലാം ചെയ്യും. മനസ്സിലായോ? നമ്മുടെ ബ്രെയിൻ അത്രത്തോളം പവർഫുള്ളാ. അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് പറ്റും. നിങ്ങളുടെ ഹസ്ബൻഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആള് ഫോൺ വിളിക്കുകയാണെങ്കിൽ ആൾ അതിൽ തന്നെ ശ്രദ്ധിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മള് ചിലപ്പോ ഒരു കുഞ്ഞു മോനുണ്ടെങ്കിൽ പോലും ഫോൺ വിളിക്കുന്നുണ്ട്, അവൻ അങ്ങോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് ഫുഡ് കൊടുക്കണോ, അല്ലെങ്കിൽ അവന് ഫുഡ് ശരിയായിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ചെയ്യും. അതാണ് നമ്മള്. നമുക്കെല്ലാ കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മള് കുറച്ച് അപ്രീസിയേഷൻ പ്രതീക്ഷിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ ഹാപ്പിനെസ് എല്ലാം പോകുന്നത്. പ്രതീക്ഷിക്കാതിരുന്നാൽ നമ്മുടെ ഇത് ഉത്തരവാദിത്വമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ. അത്രേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവർ അപ്രീസിയേഷൻ ഒരിക്കലും നമ്മൾ വാങ്ങിക്കാന്ന് വിചാരിക്കരുത്. ഞാൻ എപ്പോഴും ഒന്ന് പറഞ്ഞോണ്ടിരിക്കും, ഞാൻ എന്താ ചെയ്യാത്ത, ഞാൻ ഇത്രയും പണി ചെയ്യില്ലെന്ന് എന്ന് പറയും. പക്ഷെ കളിയാക്കാണ് എന്നെ. എന്താ ചെയ്യാ? നമ്മൾ ചെയ്യേണ്ട പോലെ അവർക്ക് ചെയ്യാറില്ല. ഇവിടെ എന്തോ എത്ര പണി. ഞാനിത് രാവിലെ കൊച്ചുങ്ങളെ സ്കൂളിലേക്ക് പോവാൻ നേരം മുഴുവൻ നമ്മള് കറി പെരി അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇതിന്റെ ഇടയിൽ മൂപ്പരങ്ങോട്ട് വരും. എന്നിട്ട് ആ ഫയലിന് ആ പേപ്പർ എടുത്തിട്ട് പറയും, ഫയലിൽ ഓരോ ഫയലിലും ഇന്ന ഫയലാണ് കൊണ്ട് പേര് എഴുതി വെച്ചിട്ടാണ് ഞാൻ അലമാറയിൽ വെച്ചിരിക്കുന്നത്, അതൊന്നും എടുത്ത് നോക്കുക കൊണ്ടുള്ള ചെയ്യില്ല. എന്നിട്ട് ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ ഓടി വന്ന് ഇത് എടുത്തു കൊടുക്കുമ്പോഴേക്കും അവിടെ ആ സാധനം കരിഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, അന്നത്തെ ദിവസത്തിന്റെ പോക്കായിരിക്കും. ഇതാണ് അവർ ചെയ്യില്ല. അവരുടെ കൺമുന്നിൽ ഉണ്ടാവും ആ സാധനം, പക്ഷെ എടുക്കില്ല. നമ്മൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് വീട്ടിലെല്ലാവരും നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. മീൻസ് വീട് വൃത്തിയായിട്ടിരിക്കണം, സോഫ അങ്ങനെ ഇരിക്കണം. എനിക്ക് പണ്ടേ ഒരു OCD പ്രശ്നം പോലെ ഉണ്ടായിരുന്നു. മീൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, എല്ലാം നീറ്റ് ആയിട്ടിരിക്കണം, എടുക്കുന്ന സാധനം എടുത്തു ഒത്തിരിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര അതിനെ കുറിച്ച് പെട്ടെന്ന് എനിക്ക് ഇത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ വിട്ട്, അത് അലങ്കോലമായിരുന്നു, അവിടെ കിടക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ്സേ ചെയ്യാൻ പാടില്ല. മീൻസ്
നമുക്ക് പറ്റുന്നത് ചെയ്യാം. മീൻസ് ഫുഡ് ഉണ്ടാക്കുന്ന ഓക്കെ എനിക്ക് പറ്റുന്നത് എല്ലാം ഇങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയും അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിച്ചാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് പറ്റുന്നത് ചെയ്യാം. ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അപ്രീസിയേഷനും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അത്രേ ഉള്ളൂ. അതങ്ങ് വിട്ടേക്കുക. അതെ അതെ എനിക്ക് ഞാൻ അതൊക്കെ അതിപ്പോ പഠിച്ചു. അത് തന്നെ ഞാനിപ്പോ അവിടെ ഒരു സാധനം ഇരുന്ന ഞാൻ അതവിടെ ഇരുന്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അത് കഴിയുമ്പോൾ അത് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ. നമ്മളെന്നും ഇങ്ങനെ പെർഫെക്ഷൻ ആക്കാൻ വിചാരിക്കുമ്പോഴാണ് നമുക്ക് അപ്രീസിയേഷൻ കിട്ടത്തില്ല. നമ്മളെ തന്നെ അങ്ങ് ഇല്ലാതാക്കുക. ഓടി നടന്ന് ചെയ്ത് അങ്ങ് സ്ട്രഗിൾ ചെയ്ത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന പറയില്ലേ ഇങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യാന്ന് പറയില്ലേ, കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയും. കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാ എന്നും പണിയായിരിക്കും. ശ്രദ്ധിച്ചു വയ്ക്കുന്നുണ്ട്. അറിഞ്ഞു ചെയ്യണം എന്നൊക്കെ പറയില്ലേ, അവൻ എന്നും പണിയായിരിക്കുള്ളൂ. വീട്ടിൽ നിൽക്കണ്ട. അതുമല്ല ലവ് യുവർ സെൽഫ് എന്ന് പറയാൻ കാരണത്തേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്രിസിയേഷൻ പ്രതീക്ഷിക്കരുത്, ഒരുപാട് സ്നേഹം പ്രതീക്ഷിക്കരുത്, ഒരുപാട് കെയറിങ് പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾക്ക് എന്ത് വേണം നമ്മളത് ചെയ്യാൻ പോവാ. Never expect anything from anyone. അത്രേ ഉള്ളൂ. കാരണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങൾ. അതാണ് ഒന്ന് നമ്മളത് കെയർ ചെയ്യുക, ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുക, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ. പക്ഷെ അത് കിട്ടില്ല, പ്രതീക്ഷിക്കണ്ട. അത്രേ ഉള്ളൂ. ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അങ്ങനെ. അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മളെ പെണ്ണുങ്ങളെ കെയർ ചെയ്യാ, ഒരു സ്നേഹം അത്രേ ഉള്ളൂ. കൊണ്ടൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. അതൊന്നും കെയർ ചെയ്യില്ല. പക്ഷെ വലിയില്ല, എന്താ ചെയ്യ. അത് അത് നമ്മുടെ സൈഡാണ്. വേറെ സൈഡ് അവരുടെ സൈഡ് നോക്കുകയാണെങ്കിൽ അവർ കെയർ ചെയ്യുന്നുണ്ട്, അവർ ലവ് ചെയ്യുന്നുണ്ട്. അതാ മാം പറയാ, അങ്ങനെ പറയാ. എന്നെ പോലെ എവിടെയോ കിട്ടുകയോ ചോദിക്കും. അത് അങ്ങനെയാണ് കേട്ടോ. അവരെങ്ങനെയാണോ അത് അങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മൾ എല്ലാം ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ സങ്കടം വരുന്നത്. ആളങ്ങനെയാണ്, ആള് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ആള് കെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോരുത്തരെ നമ്മൾ കറക്റ്റ് ചെയ്യാനോ അങ്ങനെ ആകണം ഇങ്ങനെ ആകണം ഒരിക്കലും അങ്ങനെ പറയരുത്. എന്റെ ആവശ്യമില്ല. അതെങ്ങനെയാണോ അങ്ങനെയാണ്. തെറ്റ് കണ്ടാ പറയാം. അത്രയേ ഉള്ളൂ. തെറ്റ് കണ്ടാ പറയാം. അത് ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തേക്ക് ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ അതിന്റെ പേരിൽ കുറെ ഫോഴ്സ് ചെയ്ത് ഈ OCD പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. എനിക്കുണ്ടായിരുന്നു അങ്ങനെ തന്നെ പറയണം. പിന്നെ ഞാനത് മാറ്റി. അതെ അതങ്ങ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഹാപ്പിയാണ് നമ്മൾ. OCD മതി. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്ത് സെറ്റ് ആക്കാം. അല്ലാതെ എല്ലാവരും അങ്ങനെ ആകണം എന്ന് നടപടിയാവില്ല. അതുകൊണ്ട് വിട്ടേക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ അതിനുള്ള എല്ലാ നിർബന്ധമൊന്നും വേണം. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന പോലെ മറ്റൊരാൾ ചെയ്യണമെന്നില്ല. ചെയ്താൽ ചെയ്യട്ടെ, നമ്മൾ ഫോഴ്സ് ചെയ്യാനൊന്നും കൂടെ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾക്കൊന്ന് സ്നേഹിക്കാം. നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യും. തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ സ്നേഹിക്കുന്ന അന്നായിരിക്കും ഈ തിരിച്ചറിവുകൾ വരാം. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഇത് കേട്ടതാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതാണ് പോസിറ്റീവായിട്ട്. വീട്ടിലെപ്പോഴും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. എന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചാല് നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതായിരിക്കും നടക്കുന്നതെന്നാ പറയുന്നത്. ഇപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ കുട്ടികളോടായാലും എല്ലാവരോടായാലും ഒരു കാര്യം നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പോസിറ്റീവ് നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതായിരിക്കും നമ്മുടെ വീട്ടിൽ നടക്കുന്നതെന്നോ. അതെ, നമ്മുടെ ചിന്താഗതി. അപ്പൊ നമുക്ക് ഇപ്പൊ കുട്ടികൾ, നമ്മുടെ മക്കളുണ്ട്, നമ്മളെ കണ്ടായിരിക്കും വളരാം. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഒരു പ്രോബ്ലം നമ്മൾ അത് അത് നമ്മൾ കാണുന്ന രീതികളായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ കണ്ടാണ് വളരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ അതും ഡിസൈഡ് ചെയ്യും. നമ്മൾ എങ്ങനെയായിരിക്കണം അതെല്ലാം ഈ ലവ് യുവർ സെൽഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുണ്ട്. ലവ് യുവർ സെൽഫ്, ബി കോൺഫിഡന്റ്, ബി പ്രാക്ടിക്കൽ, ബി ഹാപ്പി ഓൾവേസ്. എല്ലാം അതിൽ വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ടോപ്പിക് ഇനിയും പറയാൻ ഒരുപാടുണ്ടാകും. അതങ്ങനെയാണ്. ഓക്കെ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അഗെയിൻ ഞാൻ പറയാണ്, ലവ് യുവർ സെൽഫ്. ഈ ലവ് യുവർ സെൽഫിൽ എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ കോൺഫിഡൻസ് വരും, സ്ട്രോങ് വരും, ഹാപ്പി വരും, എല്ലാം വരും. സോ ലവ് യുവർ സെൽഫ്. ഓക്കെ. ഒരു കോട്ട പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ കേട്ടോ.
സൈൻ ഔട്ട് ഇല്ല? അറിയോ? ഇത്രയും നേരം മാം, ഇത്രയും നേരം നമ്മളെ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതിന്, ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്തതിന്, സന്തോഷമായിട്ടിരിക്കാൻ മോട്ടിവേറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. എല്ലാവരുടെയും പേരിൽ ഒരുപാട് താങ്ക്സ്. താങ്ക് യു. ഓക്കെ, സോ താങ്ക് യു. അപ്പോ സന്തോഷത്തിന് വേണ്ടി എങ്ങോട്ടും പോകണ്ട, നിങ്ങളിൽ തന്നെ ഉണ്ട്. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് കൺക്ലൂഷൻ അതേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഓൾ ആൻഡ് സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. Bye all. Thank you, ma'am. Thank you, miss. Thank you, miss.